കേക്ക് സിംഗിമായിട്ട് അടിച്ചിട്ട് ഇടയ്ക്ക് നെയ്യപ്പം കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് നെയ്യപ്പം കഴിക്കാൻ വരും. അപ്പം ഞാൻ പറയും ഇപ്പം വേണ്ട, ഇത് ഫുള്ളും കുടിച്ചിട്ട് തീർത്തത് മതി പറയും. ഇത് കുടിച്ച് കഴിഞ്ഞ് നല്ല മൂടാകുമ്പോൾ നെയ്യപ്പം കഴിക്കും, അപ്പം പൊളിക്കും. ഇടയിൽ നെയ്യപ്പം കഴിക്കരുത്, അപ്പം നമുക്ക് ദേഷ്യം വരും. നെയ്യപ്പം കഴിച്ചാൽ അതങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടേയിരിക്കണം. കഴിച്ചോടത്ത് പാതി കഴിക്കുന്ന എഴുന്നേച്ച് പിന്നെ ബീർ കുടിക്കാൻ പാടില്ല, അതെനിക്കിഷ്ടമല്ല. കള്ളു കുടിച്ച് കഴിഞ്ഞിട്ട് നെയ്യപ്പത്തിലേക്ക് പോകാമല്ലോ. അപ്പം എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം, ആസ്വദിക്കുകയും ചെയ്യാം. ഇതടിക്കാൻ നെയ്യപ്പം തിന്നുക, ആഹാ എനിക്കിഷ്ടമല്ല. അല്ലേ ആശപ്പ ചേച്ചി? അല്ലേ? അങ്ങനെയാ. കുടിച്ചു കഴിഞ്ഞിട്ട് നെയ്യപ്പം കഴിക്കണം, അപ്പം പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാം. നെയ്യപ്പം കൊത്തി കൊത്തി തിന്നാവോ? നെയ്യപ്പം കൊത്തി കൊത്തി തിന്നരുത്. അതല്ലെങ്കിൽ അവന് ചില കണ്ടാലും പറയും, നെയ്യപ്പം കൊത്തി കൊത്തി തിന്ന, നിന്റെ ചുണ്ടെല്ലാം ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന മൈരെ. നെയ്യപ്പം തിന്നുമ്പോൾ സ്ലോയിൽ തിന്നണം, അതിൻ്റെ ആക്രാന്ന് മൂത്തിട്ട് ഇങ്ങനെ തിന്നിട്ട് ഒരു കാര്യമില്ല. അല്ല നമുക്ക് വേണ്ട. നെയ്യപ്പത്തിൽ ഓയിൽ ഉണ്ടാവില്ലേ? നെയ്യപ്പത്തിൽ ഓയിൽ എങ്ങനെയാ? ആ ഓയിൽ ആദ്യം ടിഷ്യൂ വെച്ച് തുടയ്ക്കണം. ആ ടിഷ്യൂ വെച്ച് തുടയ്ക്കണം. നെയ്യപ്പത്തിൽ ആദ്യത്തെ ഓയിൽ നമ്മൾ ടിഷ്യൂ വെച്ച് തുടയ്ക്കണം. ചിലർക്കത് ഇഷ്ടപ്പെടില്ല. ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം എല്ലാം ഐസ്ക്രീം ഇട്ട് തിന്നുക, പൊളിക്കും. ചിലർക്ക് ഐസ്ക്രീം, ചിലർക്ക് തേന്, ചിലർക്ക് കോലുമിഠായി, ചിലർക്ക് കുണാഫ ആയിരിക്കും, ചിലർക്ക് അതൊന്നും വേണ്ട, ഫ്രഷ് ആയിരിക്കും. അപ്പം നല്ല ചൂടുണ്ടാവും. എനിക്കിഷ്ടം ഫ്രഷ് തിന്നാന്ന് വിചാരിക്കും, ഒന്നും ചേർക്കരുത്. അതെ, എനിക്ക് ഓർമ്മ തമ്പുണ്ണ കടയിൽ വാങ്ങുന്ന നെയ്യപ്പം ഇഷ്ടമല്ല, വീട്ടിലെ നെയ്യപ്പമാണ് ഇഷ്ടം. അല്ലല്ലേ? അതല്ലെങ്കിൽ സ്വന്തമായിട്ട് 2-3 നെയ്യപ്പം വേണം മിസ്ക്ക. ഒന്ന് സ്വന്തമായിട്ടും വേണം, ഒന്ന് സ്വന്തം ഉള്ള ആള് അറിയാത്ത വേറൊരാളും കൂടെ വേണം. മാക്സിമം 2 നെയ്യപ്പം നമുക്ക് വേണം. ഒന്ന് ഒന്ന് വീട്ടിലെ ആളറിയാത്ത വേറൊരു നെയ്യപ്പം, 2 എണ്ണം വേണം. അച്ച് നല്ല ചൂടാക്കിയിട്ടേ പൊരിക്കാവൂ. നെയ്യപ്പം 2 എണ്ണം വെക്കണം. അവിഞ്ഞതും കണ്ണി കണ്ടെടുത്തൊന്നും പോയി തിന്നാൻ പാടില്ല. പിന്നെ ചില ആണുങ്ങൾക്ക് പല രുചി അറിയുന്നവർ പല രുചിയായിട്ട് പോയി തിന്നും, അതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ തിന്നിട്ട് ഒരു കാര്യമില്ല, അവരവരുടെ തിന്നുള്ളൂ. ഓക്കെ, നമ്മൾ 2 എണ്ണം തിന്നണം. ഞാൻ നല്ലപോലെ ചൂടാക്കും. നല്ലോണം ചൂടായാൽ ഓയിൽ കൂടുതൽ വരില്ലേ? നെയ്യപ്പം എങ്ങനെ കഴിക്കണം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കുഴലപ്പം ഇഷ്ടം. അതെ, 2ഒക്കെ എനിക്ക് അതാ ഇഷ്ടം, കുറേ എനിക്ക് ഇഷ്ടമല്ല. എനിക്കും അങ്ങനെയാ. എനിക്ക് 2-3 കുഴലപ്പം എനിക്ക് 3 എണ്ണം, മാക്സിമം 3 കുഴലപ്പം. ഒന്ന് സ്വന്തം അറിയാത്ത ഒരാളുടെ ഒന്ന്, പിന്നെ വേറെ 3 എണ്ണം, 3 മാക്സിമം 3 എണ്ണം എനിക്ക് സ്വന്തമായിട്ട് വേണം. ഓയിലൊക്കെ കൂടിയാലും കുഴപ്പമില്ല, ഞാൻ കുടിക്കും. എടാ അവനിസുക്കയുടെ മെസ്സേജ് കണ്ടില്ല, ഒന്ന് പിൻ ചെയ്യോ? അവനിസുക്കയുടെ മെസ്സേജ് കണ്ടില്ല. അവനിസുക്കയുടെ മെസ്സേജ് ഞാൻ വായിച്ചില്ല, പിൻ ചെയ്യും. വീട്ടിലെ നെയ്യപ്പം ധൈര്യത്തിൽ തിന്നാം, പുറത്തെ പറയാൻ പറ്റില്ല ഏതൊരു ഓയിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പറ്റില്ല. വീട്ടിലെ ഓയിലും വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. ഓക്കെ, എല്ലാം കണക്ക് തന്നെ. പക്ഷെ വൃത്തിയാക്കുന്നതിന് ചെയ്യൂട്ടെ ടേസ്റ്റൊക്കെ. നെയ്യപ്പം കഴുകി വൃത്തിയാക്കുന്നതിനായിരിക്കും ടേസ്റ്റ്. കഴുകാത്ത നെയ്യപ്പത്തിന് ചീഞ്ഞ സ്മെല്ലായിരിക്കും, ചീഞ്ഞ പുളിപ്പായിരിക്കും. ഡെയിലി കഴുകുന്ന നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒന്നരാടം കഴുകുന്നവർക്ക് വേറൊരു ടേസ്റ്റും. പല പല ടേസ്റ്റാണ് നെയ്യപ്പത്തിന്. നമ്മൾ അങ്ങനെയാണല്ലോ, എപ്പോഴും ഒരേ നെയ്യപ്പത്തിന് ഒരേ ടേസ്റ്റ് ഇരിക്കില്ലല്ലോ. പല വീട്ടുകാരുണ്ടാക്കുന്ന പല നെയ്യപ്പത്തിന് പല ടേസ്റ്റാണ്. ചിലർക്ക് ഉപ്പ് കുറയും, ചിലർക്ക് ഉപ്പ് കൂടും, ചിലർക്ക് മധുരം കുറയും, ചിലർക്ക് മധുരം കൂടും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓയിൽ കൂടുതലായാൽ താടിയിലൊക്കെ ആകില്ലേ? അതിനെന്താ? താടി വടിച്ചു കളയണം. താടി വെക്കാൻ പാടില്ല. കരി ഓയിലായാലും ഞാൻ കുടിക്കും. നല്ല നെയ്യപ്പാണെങ്കിൽ താടിയിലായാലും കുഴപ്പമില്ല. താടി വടിച്ചു കളയണം, താടി പാടില്ല.
മീശ വേണം. മീശ ആകുമ്പോൾ നല്ല സുഖം കിട്ടും. മീശ നിർബന്ധം. മുലയുള്ള നെയ്യപ്പം തിന്നുന്നുണ്ടോ? മുള്ളുള്ള നെയ്യപ്പം തിന്നാമോ? അതാ പൊടി. ചേട്ടാ, നെയ്യപ്പത്തിന് കുറച്ച് മുള്ളു വേണം. ഫുള്ള് ക്ലീൻ ആക്കരുത്, മിനുസിക്കരുത്. മിനുസിച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ചെറിയ മുള്ളു വേണം, എന്നല്ലേ നല്ലത്. ഓക്കെ. അതുപോലെ ഓയിൽ അധികം ഉണ്ടാകാനും പാടില്ല. അതായത് പെണ്ണുക്ക് ആശവ ചേച്ചി, അതായത് ഓയിൽ വരും, തൊട്ടാ ഓയിൽ വരും, തലോടിയാൽ മതി, ഒന്നും വേണ്ട. ഇഷ്ടപ്പെടുന്ന പുരുഷൻ അടുത്തൊന്ന് കിടന്ന് ചുണ്ടും ഉമ്മ വെച്ച് തന്നെ ഓയിൽ കണ്ടമാനം ഒഴുകും. ഓക്കെ, മനസ്സിലായ? നെയ്യപ്പം നെയ്യപ്പം കണ്ടിട്ടില്ലേ? നാവ് കൊണ്ട് നക്കി നോക്കണോ, സ്പൂണ് കൊണ്ട് കോരി നോക്കണോ ഓയിൽ? എനിക്കിഷ്ടം നാവ് കൊണ്ട് നക്കി സ്പൂൺ കൊണ്ട് കോരി എടുത്ത് നോക്കണം എനിക്കിഷ്ടം. അതാകുമ്പോൾ കുറച്ചുകൂടെ സുഖം കിട്ടും, നല്ല സുഖം. കൂടുതൽ ഓയിൽ ഫുൾ ലൂസാകും. ടിഷ്യൂ തുടയ്ക്കണം. ചിലർക്ക് ആ ഓയിൽ ഭയങ്കര ഇഷ്ടം മോളെ. ഉണ്ണിപ്പായാലും കുഴപ്പമില്ല. അശവ ചേച്ചി, ഇന്നിവിടെ ഫുള്ളും നെയ്യപ്പാണല്ലോ. എടാ, കുറച്ചേരം കുഴപ്പം മാറ്റി പിടിക്കടാ. നെയ്യപ്പം മടുത്തു. എനിക്ക് നെയ്യപ്പം വേണ്ട, എനിക്ക് കുഴപ്പം ഇഷ്ടം. ചെറിയ പരിപ്പ് ഉണ്ടാവില്ലേ, ചെറിയ പുളിപ്പുണ്ടാവില്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരാൾ വരുമ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശരിക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാനൊരു 11-ാം തീയതിക്കുള്ളിൽ പറഞ്ഞു തരും. നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് എന്താന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇതിനുള്ള ഉത്തരം 11-ാം തീയതിക്ക് ശേഷം ശരിക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യും കേട്ടോ. എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയില്ല. ആശപ്പ ചേച്ചി, ഒന്ന് ചേച്ചി ചേട്ടനോടൊന്ന് ചോദിച്ചോട്ടെ, എനിക്ക് പറഞ്ഞു നമ്മൾ പോലെ കറക്റ്റ് ആണോന്ന് അറിയാനാണ്. അല്ലെങ്കിൽ വേണ്ട, 11-ാം തീയതി വരെ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഇന്നോ നാളെ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരാം. ഞാൻ ഓരോ ഡിസ്കസ് ആയിട്ട് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞുതരാം. ഓക്കെ, വെയിറ്റ് ചെയ്യും. എല്ലാം കഴിഞ്ഞു കൊള്ളപ്പം പൊരിക്കാം. കൊള്ളപ്പത്തിൽ എള്ളു ഇടണോ? കൊള്ളപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അയ്യോ, അത് ചെറുത് ഇഷ്ടമല്ല, ചെറിയ വെള്ളപ്പം ഇഷ്ടമല്ല, വലുത് വേണം. കൊഴലപ്പത്തിൻ്റെ ടേസ്റ്റ് ഇളം ഉപ്പ് രസമാണ്, നല്ലതാണ്, വേറൊന്നുമില്ല. ഒരു ചെറിയൊരു മിഠായി തിന്നുന്ന പോലെ, ഒരു കോലുമിഠായി തിന്നുന്ന പോലെ ഒരു നല്ല ഇളം, നല്ലൊരു ഉപ്പ് രസം, നല്ല ഉപ്പ്, നല്ല ടേസ്റ്റാണ്. ചിലർക്ക് വലിയ എനിക്കതൊന്നും ഇഷ്ടമല്ല. അത്ര നല്ലതായിരിക്കണം.